പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ഉറപ്പ്. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ഉറപ്പ്. 9-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ഭക്തരെ അനുഗ്രഹവും നിത്യ ആനന്ദവും ഐശ്വര്യവും പ്രതീക്ഷിക്കുവിൻ. അനുഗ്രഹം പ്രതീക്ഷിക്കണം, ഐശ്വര്യം പ്രതീക്ഷിക്കണം, നിത്യ ആനന്ദം പ്രതീക്ഷിക്കണമെന്ന് തമ്പുരാന്റെ വചനം ഈ രാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ സംഭവിച്ച ഒരു ചിന്ത നിങ്ങളുടെയുമായി പങ്കുവെക്കാം. 1967 11 അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ തരിപ്പണമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധം ആരംഭിച്ചു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 3-4 ജില്ലകൾ കൂടുന്ന ആ വിസ്താരമേ അതിനുള്ളൂ. 11 അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ തരിപ്പണമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരു യുദ്ധം ആരംഭിച്ചു. എന്നാൽ ഈ കൊച്ചു രാജ്യം 6 ദിവസങ്ങൾ കൊണ്ട് 11 ശത്രു രാജ്യങ്ങളെയും അവർ തരിപ്പണമാക്കി. കേവലം 6 ദിവസങ്ങൾ കൊണ്ട് അവർ ഉന്നതമായ ഒരു വിജയം കൊയ്തെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇസ്രായേൽ എന്ന പേര് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇസ്രായേലിലെ ഭരണകർത്താക്കൾ തെരഞ്ഞെടുത്ത ഒരു പേരല്ല ഇസ്രായേൽ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 32-ാം അധ്യായത്തിൽ പൂർവപിതാവായ യാക്കോബ് ഒരു രാത്രി മുഴുവനും ദൈവമായ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. മൽപ്പിടുത്തത്തിനൊടുവിൽ യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ രാത്രിയിൽ മടങ്ങുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. എന്ത് പറഞ്ഞു? നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. ആ രാത്രിയിൽ യാക്കോബിന് മറ്റൊരു പേര് വീണു. ഇനിമേൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബിന്റെ ജീവിതം മാറി മറിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിലും അതേ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മുടെ ഇടയില്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ തൊട്ടടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രം മാറ്റിയ ദൈവം, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ എന്ന പേര്. അതേപോലെ ദൈവം തന്നൊരു പേരാണ് ശാലോം. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയൊരു പേരാണ്. ആ കൂട്ടായ്മയുടെ കുടയിൽ കീഴിൽ രാത്രിയിൽ നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് നമ്മെ അനുഗ്രഹിക്കും. 2 കരങ്ങളും ഉയർത്തി വിശ്വസിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. 119-ാം സങ്കീർത്തനത്തിന്റെ 103-ാം തിരുവചനം. അവിടെ ദാവീദ് ഇപ്രകാരം പറയാണ്: ദൈവമേ, അങ്ങയുടെ വചനം എത്ര മധുരമാണ്. എൻ്റെ നാവിന് തേനിനേക്കാൾ അത് മധുരമാണ്. തേനിനേക്കാൾ മധുരമായ വചനം, പാദങ്ങൾക്ക് വിളക്കായ വചനം ഈ രാത്രിയിൽ നാം ശ്രവിക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വചനം നാമുമായി പങ്കുവെക്കുന്നത് ബ്രദർ നന്ദു ജോണാണ്. വളരെ വർഷങ്ങളായി കർത്താവിന് പ്രത്യേകം വിളിച്ച് വേർതിരിച്ച് തൻ്റെ വചനത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് നന്ദു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്ന് ആളൂരുള്ള BLM ധ്യാന കേന്ദ്രത്തിലും ജെറൂസലേം ധ്യാന കേന്ദ്രത്തിലും ഒപ്പം അനേകം കലാലയങ്ങളിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഫോർമേഷൻ ക്ലാസ്സുകൾ, വചന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് തൻ്റെ സമയം മുഴുവനും കർത്താവിനായി മാറ്റിവെച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം. കരങ്ങളിടിച്ച് ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വചനവേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൻ്റെ ഉന്നതമായ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനുമായി അവിടുന്ന് നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ രാത്രി കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും കർത്താവ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി നിർമ്മലമാക്കണമേ. കേൾക്കുന്ന വചനങ്ങളൊന്നും പാഴായി പോകാതെ നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ ആയിത്തീരുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. എന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. പേര് നന്ദു ജോൺ എന്നാണ്. ശാലോമിൻ്റെ ചില പ്രോഗ്രാമുകൾക്കൊക്കെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് കർത്താവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, തിരുക്കുടുംബം, ചെറിയൊരു കുടുംബം. അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നീട് ഞാൻ തനിച്ചായി. പിന്നീട് വിവാഹം കഴിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. കുടുംബമായിട്ട് ജീവിക്കുന്നു. അക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് യേശുവിനെ കാണുവാനും അറിയുവാനും ഭാഗ്യമുണ്ടായി. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാനത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എങ്ങനെയാണ് ആ ഭാഗ്യമുണ്ടായതെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെച്ചതിന് ശേഷം ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എൻ്റെ വീടിനടുത്തുള്ള മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി, സെൻറ്റ് മേരീസ് പള്ളി, ആ പള്ളിയിൽ എല്ലാ വർഷവും ഓരോ ധ്യാനം ഉണ്ടാകാറുണ്ട്. പതിവ് പോലെ ഞാൻ 9th പഠിക്കുമ്പോൾ ഒരു ധ്യാനമുണ്ടായി. ആ ധ്യാനം ഒരു പ്രത്യേക തരത്തിലുള്ള ധ്യാനമായിരുന്നു. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ധ്യാനം പള്ളിയിൽ വെച്ചല്ല. ആ ധ്യാനം മാത്രമല്ല, ഇടവക 4-5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഒരേ സമയം ധ്യാനം നടക്കുന്നു. ആ ധ്യാനത്തെ വിളിക്കുന്നത് പോപ്പുലർ മിഷൻ ധ്യാനം എന്നാണ്. പിന്നീടാണ് അതൊക്കെ എനിക്ക് മനസ്സിലായത്. ആ ധ്യാന പ്രസംഗം നന്നായിട്ട് എൻ്റെ വീട്ടിലേക്ക് കേൾക്കാമായിരുന്നു. നല്ല പാട്ടുകളുണ്ടായിരുന്നു, നല്ല പ്രസംഗമുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ഞാനത് ശ്രദ്ധിച്ചു, ഇതെന്താണ് നടക്കുന്നതെന്നറിയാൻ. വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ അച്ഛൻ, പള്ളിയിലച്ഛനല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞു, നന്ദു, അത് യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കേൾക്കാം. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തല്ല, യേശു എല്ലാവരുടേതുമാണ്. അച്ഛൻ കുറച്ചും കൂടി തുറവിയുള്ള അച്ഛനായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. എന്നോട് അങ്ങോട്ട് പോയിക്കൊള്ളാൻ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു, ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ടു, കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ എഴുതിയെടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു നോട്ട്ബുക്കും പേനയുമായി പോയി അവിടെ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുത്തു. 4-5 ദിവസം നല്ല ധ്യാനമായിട്ട് എനിക്ക് തോന്നി. എനിക്കത് എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുളവാക്കുന്ന ഒരു അനുഭവമുണ്ടായി. പിന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ കേട്ട വചനങ്ങൾ, അവിടെ പാടിയ പാട്ടുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ നടന്ന സ്നേഹവിരുന്ന്, അതൊക്കെ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. പിന്നീടും എല്ലാ വർഷവും ഓരോ ധ്യാനത്തിന്, 1-2 ധ്യാനത്തിന് അവിടെ ഇവിടെയൊക്കെ ധ്യാനത്തിന് പോകും. ചുരുക്കി പറഞ്ഞാൽ ആ ധ്യാനങ്ങളാണ് ഇന്ന് ഇവിടെ വന്നു നിൽക്കുവാൻ എന്നെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തത്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. വചന കേൾവി ഒന്നും പാഴായി പോകില്ല. പക്ഷെ കേൾക്കണം, ഉറങ്ങരുത്. വചന കേൾവി ഒന്നും പാഴായി പോകത്തില്ല. നന്നായിട്ട് ദൈവവചനം കേട്ടാൽ ആ ദൈവവചനം ഒരാളിൽ, ആ സീഡ്, ആ വിത്ത് വന്ന് വീഴുകയും ആ വിത്ത് വിസ്മയകരമായ വ്യത്യാസങ്ങൾ ഒരാളിൽ ഉണ്ടാക്കുകയും ചെയ്യും. അത് കേൾക്കണ വ്യക്തിയുടെ മെച്ചമൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മെച്ചമാണ്. പിന്നെ നിലം കുറച്ചുകൂടെ കർത്താവ് ക്രമപ്പെടുത്തി തന്നാൽ വിത്ത് നന്നായിട്ട് കിളിർക്കുമെന്ന് മാത്രം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സെമിനാരി സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബൈബിൾ എനിക്ക് തന്നു, ഒരു പുതിയ നിയമം ബൈബിൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു,
നന്ദു എല്ലാ ദിവസവും ഈ ബൈബിൾ വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞൊരു ബൈബിൾ തന്നു. ആ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ വായിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്താണോ, പുസ്തകം നിവർക്കുമ്പോൾ ഉറക്കം വരാറാണ് പതിവ്. ഈ ബൈബിൾ നിവർത്തുമ്പോൾ ഉറക്കം വരും. പക്ഷേ വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രമിച്ചു, വീണ്ടും വീണ്ടും വചനങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. പതുക്കെ പതുക്കെ അതിലെ യേശു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങി. കുറേശ്ശെ അത് ഗ്രഹിക്കാൻ പറ്റി. അത് ജീവിതത്തെ വല്ലാതെ വ്യത്യാസപ്പെടുത്തി. പിന്നീടാണ് ഈ സുവിശേഷ രംഗത്ത് മുഴുവൻ സമയവും യേശുക്രിസ്തുവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകിയത്. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? അവർക്ക് പറയാമോ ഹല്ലേലൂയ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവിന് ജീവിതം കൊടുക്കാൻ? അതോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്വന്തമാക്കാൻ മാത്രമാണോ ആഗ്രഹം? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അപ്പോൾ വലിയ വലിയ വ്യത്യാസങ്ങൾ, അത്ഭുതകരമായ അവസ്ഥകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല ദാഹവും വിശപ്പുണ്ടെന്ന് കരുതുന്നു. നല്ല ദാഹവും വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ സന്ദേശം ഉപകാരപ്പെടും. നല്ല ദാഹം വിശപ്പ് എന്തിനുള്ളത്? ദൈവവചനം കേൾക്കാനുള്ള ദാഹവും വിശപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ വചന കേൾവി വല്ലാതെ നിങ്ങളെ വ്യത്യാസപ്പെടുത്തും. സുന്ദരമായ ഒരു ചിന്ത വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. നല്ല ദാഹമുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. ഞാനൊരു അനുഭവം പറഞ്ഞിട്ട് അതിൽ നിന്ന് ആരംഭിക്കാം. ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് പറയുന്ന വചന സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എനിക്കൊരു അപ്പച്ചനെ പരിചയമുണ്ട്. മണിയൻ എന്നാണ് പേര്. അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളാണ് മണിയൻ. ഞാൻ അദ്ദേഹം ഒരു കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയതാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ. അദ്ദേഹം വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കാരണം അദ്ദേഹം രോഗിയായിരുന്നു. മാത്രമല്ല പണത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അന്ധവിശ്വാസങ്ങൾ കടുമയായ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിൽ ഒരു കീറിയ പായിൽ അദ്ദേഹം കിടക്കുന്നു. രാത്രി ഭാര്യ അകത്ത്, വീടിനകത്ത് ഇളയ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഭാര്യ ഉറങ്ങട്ടെ, കുഞ്ഞുറങ്ങട്ടെ, അതിനുശേഷം മുറ്റത്ത് കാണുന്ന ആ മരത്തിൻ്റെ കൊമ്പിൽ ജീവിതം അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം കയറെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നു, എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ അന്ന് കുഞ്ഞ് ഒട്ടും ഉറങ്ങുന്നില്ല. കുഞ്ഞ് വല്ലാതെ കരയുന്നു. അദ്ദേഹം ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കും, അകത്തേക്ക് നോക്കും. ഭാര്യ ഉറങ്ങിയോ? കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പോഴും ഉണ്ടല്ലോ, കുഞ്ഞ് ഉറങ്ങുന്നില്ലല്ലോ. അദ്ദേഹം അന്ന് ഏറെ വൈകി കിടക്കാൻ. പാതിരാ കഴിഞ്ഞപ്പോൾ എപ്പോഴോ അദ്ദേഹം കിടന്നപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നം ഇതാണ്: ഒരു പൊട്ടക്കിണർ, ആ കിണറിൻ്റെ ഉള്ളിൽ ഈ ദേഹം ഇരിക്കുന്നു. അദ്ദേഹം ആ കിണറിൽ വീണ് കിടക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. അതിൻ്റെ അകത്ത് കട്ട പിടിച്ച് ഇരുട്ട്. അതിലേക്ക് സിലിണ്ടർ ആകൃതിയിൽ ഒരു പ്രകാശം ഇറങ്ങി വന്നു. ആ പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിച്ചു. ആ പ്രകാശത്തിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. കർത്താവിൻ്റെ മുൾക്കിരീടം ചാർത്തിയ മുഖം ആ പ്രകാശത്തിൽ കണ്ടു. ആ മുൾക്കിരീടം ചാർത്തിയ മുഖം അദ്ദേഹത്തോട് സംസാരിച്ചു: മണിയൻ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതാണ്, ഇനി നീ മരിക്കേണ്ടതില്ല മകനെ. ഒന്നുകൂടെ: മണിയൻ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതാണ്, നീ ഇനി മരിക്കേണ്ടതില്ല മകനെ. അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. തൻ്റെ ഭാര്യയോട് ഉണ്ടായ സംഭവം പറഞ്ഞു. ഭാര്യ പറഞ്ഞു: അത് യേശുവാണ്, യേശുവാണ് ദൈവം. ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു: ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കയറെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ഒട്ടേറെ കരഞ്ഞു. നിങ്ങൾ എന്നെയും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? പിന്നീട് അവർ ദൈവവചനം കേട്ടു. അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. അദ്ദേഹം എല്ലാ വർഷവും ഓരോ കൺവെൻഷൻ നടത്തും. ആ കൺവെൻഷനിൽ 5000-ഓളം പേർ പങ്കെടുക്കും. ഈ മണിയൻ ചേട്ടൻ നടത്തുന്ന കൺവെൻഷനിൽ വെറും 2ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു സുവിശേഷകനായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ വൈദികനായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചയച്ചു.
ആ മകളുടെ 2 കുഞ്ഞുങ്ങളും നല്ല പാട്ടുകാരായിട്ട് മാറി. സ്നേഹമുള്ളവരെ, മണിയൻ യേശുവിനെ അന്വേഷിച്ച് പോയിരുന്നോ? ഒന്നുകൂടെ, മണിയൻ യേശുവിനെ അന്വേഷിച്ച് പോയിരുന്നോ? ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? യേശു മണിയനെ അന്വേഷിച്ചു വന്നു. അതാണ് ബൈബിൾ പറയുന്നത്. പഴയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവചനം 65-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നു, എന്നോട് ആരായാത്തവർക്ക് ഉത്തരം അരുളാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. ഒന്നുകൂടെ, എന്നോട് ആരായാത്തവർക്ക് ഉത്തരമരുളാനും എന്നോട് ചോദിക്കാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. ആ കുടുംബം രക്ഷപ്പെട്ടു വന്നു. എല്ലാ വർഷവും അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്തും. 5000-ഓളം പേർ പങ്കെടുക്കും. ഈ 5000-ഓളം പേർക്ക് ആ കൺവെൻഷൻ്റെ 5 ദിവസത്തിൽ ഒരു ദിവസം ഭക്ഷണവും കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച മണിയനെ തേടി യേശു വന്നു. ഇതിൻ്റെ ഒറ്റ വാക്കാണ് കൃപ, ഗ്രേസ് എന്നാണ് അതിനെ പറയുക. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആശയത്തിലേക്ക് നിങ്ങൾ ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. കൃപയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. കൃപ, ദൈവത്തിൻ്റെ കൃപയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന മറ്റു കർമ്മങ്ങളല്ല രക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ് രക്ഷിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ശ്വസിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഈ ശ്വസിക്കുന്ന വായുവിന് ബില്ലടയ്ക്കണ്ടോ? എല്ലാ മാസവും എവിടെയെങ്കിലും കൊണ്ട് ബില്ലടയ്ക്കണ്ടോ? എല്ലാ മാസവും ഓരോ മാസത്തെ ബില്ലടച്ചിട്ട് പറയണം, അടുത്ത മാസത്തെ കട്ട് ചെയ്യരുത്, അടുത്ത മാസത്തെ അഡ്വാൻസ് ആയിട്ട് ഞാൻ അടയ്ക്കാം. ആരെങ്കിലും പറയുന്നുണ്ടോ? വായു, ഓക്സിജന്റെ ബില്ലടയ്ക്കുന്നുണ്ടോ? ഇല്ല. എത്ര വില കൂടിയതാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്സിജൻ ഫ്രീ ആയിട്ട് ദൈവം തരുന്നു. സ്നേഹമുള്ളവരെ, സൂര്യപ്രകാശം വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആരെങ്കിലും സൂര്യപ്രകാശത്തിന് ബില്ലടയ്ക്കണ്ടോ? സൂര്യന്റെ പ്രകാശമില്ലെങ്കിൽ ഒരു സസ്യമോ ഒരു ജന്തുജീവനോ ഒരു മനുഷ്യജീവനോ ഇവിടെ പിടിച്ചു നിൽക്കില്ല. എല്ലാം ജീവനുകളും അപ്രത്യക്ഷമാകും. സൂര്യപ്രകാശം, ആരെങ്കിലും സൂര്യപ്രകാശത്തിന് ബില്ലടയ്ക്കണ്ടോ? ഇല്ല, ആരും സൂര്യപ്രകാശത്തിന് ബില്ലടയ്ക്കുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഫ്രീ ആയിട്ട്. ആരെങ്കിലും കറണ്ട് ബില്ലടയ്ക്കണ്ടോ? എല്ലാവരും കറണ്ട് ബില്ലടയ്ക്കുന്നു. കാരണം എന്താണ്? ഫ്രീ ആയിട്ട് കിട്ടുകയില്ല. ആരെങ്കിലും ഫോൺ ബില്ല് അടയ്ക്കണ്ടോ? ഫോൺ ബില്ല് അടയ്ക്കണം, ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇതെല്ലാം വില കൊടുക്കണം. എന്നാൽ ഓക്സിജൻ അതിനേക്കാൾ എത്രയോ വലുതാണ്, ഫ്രീ ആയി തരുന്നു. സൂര്യപ്രകാശം അതിനേക്കാൾ എത്രയോ വലുതാണ്, ഫ്രീ ആയി തരുന്നു. പാപമോചനം എത്രയോ വലുതാണ്. മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം ആത്മരക്ഷയാണ്, ആത്മസാക്ഷാത്കാരമാണ്. ഫ്രീ ആയി ദൈവം തരുന്നു. ഇതിനെ പറയുന്ന ഒറ്റ വാക്കാണ്, പറഞ്ഞു കഴിഞ്ഞു ഞാൻ, കൃപ. ചില സഹോദരിമാരുടെ പേര് ഗ്രേസ് എന്നാണ്, ഗ്രേസി എന്നാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊരു പിടിപാടുമില്ല കേട്ടോ. ഇതിനെക്കുറിച്ച്, കൃപയെക്കുറിച്ചൊരു പിടിപാടുമില്ല. പേര് ഗ്രേസി എന്നാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകണം. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും ആരാധനയും കഴിയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ പറയണം എന്താണ്? വന്നത് നന്നായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വന്നത് നന്നായി. ഒന്നുകൂടെ പറഞ്ഞേ, വന്നത് നന്നായി. കാരണം എന്താണ്? ദൈവത്തിന്റെ കൃപയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് വന്നത് നന്നായി എന്ന് പറയാൻ കാരണം. ധാരാളം പേര് ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഇന്നും ചിന്തിക്കുന്നത്, ഇന്നും പറയുന്നത് പഴയ നിയമത്തിലെ അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ അനുഷ്ഠാനങ്ങൾ എനിക്ക് പ്രസക്തിയില്ല, അത് കടന്നുപോയിരിക്കുന്നു. പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ചാണ് വിശ്വാസികളോട് പറയേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നാലേ മനസ്സിലാവുള്ളൂ. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ, മാത്രമല്ല നല്ല സമ്പത്തും ഉണ്ട് അവന്. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ, അതീവ സുന്ദരൻ, ഈ യുവതികളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നല്ല സൽസ്വഭാവിയായിട്ടുള്ള ചെറുപ്പക്കാരൻ. അയാൾ വൈരൂപ്യമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൂ. വൈരൂപ്യം എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ പേടിയാകുന്നു. കവളൊക്കെ ഒട്ടി, പിന്നെ പല്ലൊന്നും ഇല്ല, മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു, ഏതാണ്ട് വളഞ്ഞ് ഇരിക്കുന്ന ഒരു സ്വരൂപം. അവൾക്ക് വിദ്യാഭ്യാസമില്ല, സ്വഭാവമാണെങ്കിൽ ഏറ്റവും പൊട്ട. ഇങ്ങനെയുള്ളൊരു യുവതിയെ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമോ? നോ റെസ്പോൺസ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും നമ്മുടെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയോ? ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും വിവാഹം കഴിപ്പിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ,
സ്വർഗത്തിലെ അതിസുന്ദരൻ, സ്വർഗത്തിലെ സുന്ദരൻ പാപനിമിത്തം വൈരൂപ്യമുള്ള മനുഷ്യവർഗത്തെ വേളി കഴിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതിൻ്റെ പേരാണ്, പറയുന്നില്ല, അതിൻ്റെ പേരാണ് കൃപ. അതിൻ്റെ പേരാണ് കൃപ. അർഹതയില്ലാത്ത ദാനമാണ് കൃപ. ഒരു അർഹതയില്ല നമുക്ക് സ്വീകരിക്കാൻ. നമുക്ക് ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ യാതൊരു അർഹതയുമില്ല. പക്ഷേ അർഹതയില്ലാത്ത മനുഷ്യവർഗത്തെ, ഈ പാപകുഷ്ഠം ബാധിച്ചിരിക്കുന്ന മനുഷ്യവർഗത്തെ പുറത്തൊന്നും കാണാൻ കുഴപ്പമില്ല കേട്ടോ. മുഖം കാണാൻ നല്ലതാണ്, വസ്ത്രം കാണാൻ നല്ലതാണ്, വീട്ടുപേര് കേട്ടാൽ ഞെട്ടും, പേരിന്റെ വലതുവശത്തുള്ള ഡിഗ്രികൾ ധാരാളമുണ്ട്. പക്ഷേ ഹൃദയം കുഷ്ഠം ബാധിച്ചതാണ്. പാപകുഷ്ഠം ബാധിച്ചാണ്. പൊട്ടി ചലമൊഴുകുന്നു. കക്കൂസ്താങ്ക് പൊട്ടിയതുപോലെ മനുഷ്യൻ അതപ്പതിച്ചു പോയി. അങ്ങനെയുള്ള മനുഷ്യവർഗത്തെ തേടി ഒരാൾ വന്നിരിക്കുന്നു. ആര്? സ്വർഗത്തിലെ സുന്ദരൻ. അവന്റെ പേരാണ് യേശു. അവൻ മനുഷ്യനെ വേളി കഴിക്കാൻ വന്നിരിക്കുന്നു. ഇതാണ് മനുഷ്യന് കിട്ടിയ സൗഭാഗ്യം. അതിന്റെ പേരാണ്, ശക്തിയില്ല എന്ന് പറയാം, അതിന്റെ പേരാണ് കൃപ. ആ കൃപയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൃപയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ആ ദൈവകൃപയാണ് മനുഷ്യന് സായുജ്യമടയാൻ സഹായിക്കുന്നത്. ആ ദൈവകൃപയാണ് ആത്മസാക്ഷാത്കാരം നേടിത്തരുന്നത്. ആ ദൈവകൃപയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വ്യാപരിച്ച് അവനെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത്. അല്ലാതെ നിന്റെ വേറെ ഒരു ചെയ്തികളല്ല ഈ കൃപ തരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു ബൈബിളിലെ വാക്യം, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്യം എടുക്കുകയാണ്. ആ വാക്യം പുതിയ നിയമത്തിലാണ്, ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ്, 4-ാമത്തെ അധ്യായം 4-ാം വാക്യം. ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ന്റെ 4-ാം വാക്യം. ഈ പറയുന്ന ഈ കിട്ടുന്ന വാക്യങ്ങളൊന്നും കളയരുത് കേട്ടോ. ഈ വില കൂടി ഇതൊന്നും കളയാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു 2000-ന്റെ നോട്ടിന്റെ ഒരു കെട്ട് റോട്ടിൽ കിടക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? വലത് കാലോട്ട് തട്ടി കാനയിലിട്ടിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോവില്ലേ? നമ്മൾ നടന്നു പോവോ? ഇല്ല, നമ്മളത് എടുക്കും. നമ്മൾ സത്യസന്ധരായ കാരണം അത് ആരെയാണ് ഉടമസ്ഥരെന്ന് ചോദിച്ച് ഏൽപ്പിക്കും. വില കൂടിയത് താഴെ കിടന്ന് കിട്ടിയാൽ ആരും കളയില്ല. സ്വർണ്ണാഭരണം വില കൂടിയതാണ്, താഴെ കിടന്ന് കിട്ടിയാൽ കളയില്ല. ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകളെ ഏൽപ്പിക്കും. അതുപോലെ ആ ദൈവവചനം ഏറ്റവും വിലയുള്ളതാണ്, കളയാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ, പട്ടാളക്കാരനായ എൻ്റെ അച്ഛൻ പറഞ്ഞു, നന്ദു ധ്യാനത്തിന് പോകുമ്പോൾ നോട്ട്ബുക്കും പേനയും കൊണ്ടുപോകണം കേട്ടോ. കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ കുറിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകളായതുകൊണ്ട് അതിൻ്റെ കാര്യമില്ലായിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ന്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. 4-ന്റെ 4-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, വളരെ ശ്രദ്ധിക്കണമേ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഒന്നുകൂടെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. അടുത്തത്, അവൻ നിയമത്തിന് അധീനനായി ജനിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എല്ലാവരും ഒന്നും പറയാമോ? കാലസമ്പൂർണത വന്നപ്പോൾ. ഏത് കാലത്തിന്റെ സമ്പൂർണത? ചിന്തിക്കണം. ഏത് കാലത്തിന്റെ സമ്പൂർണത? മനുഷ്യൻ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുരിശിന്റെ വഴിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥന, എങ്ങനെ? നന്ദിയില്ലാത്തവർ. അടുത്ത വരി പാടാമോ? വളരെ ശരിയാണ്. നന്ദിയില്ല, ചിന്തയില്ല. നല്ല ചിന്തയുണ്ടാവണം പ്രിയപ്പെട്ടവരെ. ചിന്തിക്കണം. ഈ പറയുന്ന ആശയങ്ങൾ ചിന്തിക്കണം. ഈ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ സ്വീകരിക്കണം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഏത് കാലത്തിന്റെ സമ്പൂർണത? കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമകാലം, പഴയ നിയമം, ന്യായപ്രമാണ യുഗം എന്ന് മറ്റൊരു വാക്കിൽ പറയാം. നിയമത്തിന്റെ യുഗം അവസാനിച്ചു. അങ്ങനെ നിയമത്തിന്റെ യുഗം അവസാനിച്ചപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിലൂടെ ഇവിടേക്ക് അയച്ചു. പരിശുദ്ധ കന്യകാമാതാവിലൂടെ ഇവിടേക്ക് അയച്ചു. ആ യുഗം അവസാനിച്ചു. പഴയ യുഗം അവസാനിച്ചു. ഏത് യുഗം? നിയമത്തിന്റെ യുഗം അവസാനിച്ചു. ഇന്ന് ആരെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരാടിനെ വലിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ ഒരു കാളയെ വലിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. 2 ചങ്ങാലി പ്രാവുകളെ കൊണ്ടുപോകുന്നു. അപ്പൊ മേരി ചേച്ചി ചോദിച്ചത്, എവിടേക്കാ ജോസേട്ട അതൊക്കെ കൊണ്ടുപോകുന്നു? അല്ല, ഞാൻ ബലിയർപ്പിക്കാൻ പോവാണ്. കൊണ്ടുപോകാറുണ്ടോ ആരെങ്കിലും? ആരും കൊണ്ടുപോകാറില്ല. കാരണം നിയമത്തിന്റെ യുഗം, പറയൂ, നിയമത്തിന്റെ യുഗം അവസാനിച്ചു. വേറൊരു യുഗം ആരംഭിച്ചു. ഏത് യുഗം? ആ യുഗം ആരംഭിച്ചിട്ട് 2000 വർഷമായി. പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഏത് യുഗം ആരംഭിച്ചു?
കൃപയുടെ യുഗം ആരംഭിച്ചു, കൃപായുഗം ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപ ഒഴുകുകയാണ്, ദൈവത്തിന്റെ കൃപ സ്വർഗത്തിൽ നിന്ന് ഒഴുകുകയാണ്. അവന്റെ കുരിശുമരണത്തിലൂടെ ദൈവത്തിന്റെ കൃപ ഒഴുകുന്നു, മനുഷ്യരിലേക്ക് കൃപ ഒഴുകുന്നു. ആ കൃപായുഗം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളേറെയായി കൃപ പുറപ്പെട്ടിട്ടും പല ആളുകളും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അപ്പുറത്തെ ലോകത്താണ്. ഏത് ലോകത്ത്? പറയൂ. നിയമത്തിന്റെ ലോകത്ത് ജീവിക്കുകയാണ്, അറിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. 50 നില ഉയരമുള്ളൊരു കെട്ടിടം, 50 നില ഉയരമുള്ളൊരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകാൻ 2 വഴികൾ വെച്ചിട്ടുണ്ട്. ഒരു വഴി സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, 100-300 സ്റ്റെപ്പ് മുകളിലേക്ക്. 50 നില കെട്ടിടത്തിലേക്ക് ഒരു 300 സ്റ്റെപ്പ്. വേറൊരു വഴി കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ലിഫ്റ്റ്. ആ ലിഫ്റ്റിലാണെങ്കിൽ കയറുന്ന സ്വിച്ച് അമർത്തിയാൽ ലിഫ്റ്റ് മുകളിലേക്ക് പറഞ്ഞ വേഗത്തിൽ മുകളിലേക്ക് എത്തിക്കും. എന്നിട്ടും ചില ആളുകൾ ലിഫ്റ്റ് വേണ്ട, എനിക്ക് മറ്റേ വഴി മതി എന്ന് പറയുന്നു. ഏത് വഴി? പറയൂ. ഈ സ്റ്റെപ്പിലൂടെ ഞാൻ പോയാൽ മതി എന്ന് പറയുന്നു, സ്റ്റെപ്പിലൂടെ പോകാൻ മതി എന്ന് പറയുന്നു. സ്നേഹമുള്ളവരെ, നിനക്ക് വേണ്ടി വേറൊരു വഴി ദൈവം സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് നീ മനസ്സിലാക്കുന്നില്ല. നീ ആ സ്റ്റെപ്പിലൂടെ എഴഞ്ഞ് കയറണ്ട, നീ ഒച്ചിനെ പോലെ എഴഞ്ഞ് കയറണ്ട. നിനക്ക് വേണ്ടി സ്വർഗം വേറൊരു സംവിധാനം ഒരുക്കി. ആ സംവിധാനത്തിന്റെ പേരാണ് ലിഫ്റ്റല്ല, കൃപ. ആ സംവിധാനത്തിന്റെ പേരാണെന്ത്? കൃപ. എത്ര സിമ്പിളാണ്. നീ അങ്ങോട്ട് കയറി നിന്ന് സ്വിച്ച് അമർത്തിയ ആ ലിഫ്റ്റ് നിന്നെ ഈ പറഞ്ഞ വേഗത്തിൽ, ശരവേഗത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നാലും ധാരാളം ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. അവർ ലിഫ്റ്റ് വെച്ച കാര്യം അറിയുന്നില്ല. അവർ ഈ സ്റ്റെപ്പിലൂടെ പോയി മടുത്തു, വീണ്ടും സ്റ്റെപ്പിലൂടെ കയറാണ്. വേറെ വഴി ദൈവമുണ്ടാക്കി. ആ വഴിയുടെ പേരാണ് കൃപ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ന്യായമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കണം, എങ്ങനെയാണ് ആ വഴിയിലൂടെ പോവുക, എങ്ങനെയാണ് അതിലൂടെ കയറാൻ പറ്റുക? എൻ്റെ ജീവിതത്തിന്റെ കഷ്ടതകളിൽ, ഭാരങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, അല്ലെങ്കിൽ പാപത്തിന്റെ പീഡകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ എനിക്ക് ഈ വഴിയിലൂടെ പോകാം? അതിനെക്കുറിച്ച് ചിന്തിക്കണം. യേശു അത് ഉണ്ടാക്കിയത് വേദപുസ്തകത്തിലുണ്ട്. അത് തിരിച്ചറിയണം, അത് ഉപയോഗിക്കണം. അതിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ കൃപ അനുഭവിച്ച ആളുകളാണ് ഒരു പരിധി വരെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. കുറച്ചുപേരെങ്കിലും, എല്ലാവരും ഞാൻ പറയില്ല, കുറച്ചുപേരൊക്കെ ആ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ആളുകളെ കണ്ടാൽ അറിയാം. അവർ ദൈവവചനം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കും. അവരുടെ മുഖത്തിൽ നല്ല പ്രസന്നതയായിരിക്കും. അവർ ഈ വചനങ്ങൾ എത്ര രാത്രിയാണെങ്കിലും ഉറങ്ങില്ല. ചില ആളുകൾ ആരംഭം മുതൽ അവസാനം വരെ പറയൂ നിദ്രയിലാണ് നിദ്ര. അവർക്കിതൊന്നും, ഈ കൃപയെക്കുറിച്ചൊന്നും അവർക്ക് മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവർ, അവർക്കിത് മനസ്സിലാവില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണർന്നാണ് കേട്ടോ ഇരിക്കുന്നത്. ഉണർവോട് കൂടിയിരിക്കും, അല്ലെ? ഉണർവോട് കൂടിയിരിക്കും. അവർക്കിത് മനസ്സിലാകും, ഇതെന്താ പറയുന്ന സന്ദേശം എന്ന് ശരിയായി മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് 2 കണ്ണിനും കാഴ്ച, ഇടക്കാലം വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരാളെ അറിയാം. ഞാൻ ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ ചെന്ന്, പ്രസംഗം കഴിഞ്ഞ് പുറകിലൂടെ, ഞാൻ പള്ളിയുടെ പുറകുവശത്തോടെ സങ്കീർത്തിക്കൂടെ ഇറങ്ങി പുറകിലൂടെ പോകുമ്പോൾ ഒരാളെ ഓടി വന്നു. എൻ്റെ 2 കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നന്ദു ബ്രദറെ, ഞാൻ നിങ്ങളെ കാണട്ടെ, ഞാൻ നിങ്ങളുടെ പ്രസംഗങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, വല്ല CD-യിലൂടെയോ ഒക്കെയാണോ കേട്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കാണാത്തത്? അല്ല, 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ 2 കണ്ണിനും കാഴ്ച കിട്ടി. ഞാൻ നിങ്ങളെ നന്നായിട്ട് കാണട്ടെ, ഞാൻ നിങ്ങളൊന്ന് തൊടട്ടെ. അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ കാഴ്ച നഷ്ടപ്പെട്ടെ? അറിഞ്ഞുകൂടാ. ഒരു ദിവസം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പതുക്കെ കാഴ്ച കുറഞ്ഞു വന്ന് മുഴുവൻ കാഴ്ചയും നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടി? ഞാൻ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഡോക്ടറുടെ അടുക്കൽ പോയി ചികിത്സ തേടി. ഡോക്ടർ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, തൻ്റെ 2 കണ്ണുകൾക്കും ഇനി കാഴ്ച കിട്ടുകയില്ല. കാരണം കണ്ണുകളുടെ ഞരമ്പുകൾ ദ്രവിച്ചു പോയി, ഇനി കാഴ്ച കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല വിശ്വാസിയായ സഹോദരിയായിരുന്നു. ആ സഹോദരി എന്ത് ചെയ്യുന്നു? ചേട്ടനെ കൈക്ക് പിടിച്ച് ഓരോ സ്ഥലത്തും ദൈവവചനം കേൾപ്പിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ദൈവവചനം കേൾപ്പിച്ച് പറയൂ, എന്ത് പ്രവർത്തിച്ചു? നിയമം പ്രവർത്തിച്ചോ? ബാക്കിയുള്ളത് പറയൂ. കൃപ പ്രവർത്തിച്ചോ? പറയൂ. ദൈവത്തിന്റെ കൃപ ഇടപെട്ടു. ദൈവത്തിന്റെ കൃപ ഇടപെട്ട അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ 2 കണ്ണിനും കാഴ്ച കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ നന്നായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അറിഞ്ഞുകൂടാ ബ്രദറെ, ദൈവവചനം കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതകരമായ സൗഖ്യമുണ്ടായത്. എൻ്റെ 2 കണ്ണിനും ഇപ്പൊ നല്ല കാഴ്ചയുണ്ട്. ഡോക്ടറെ പിന്നീട് കാണിച്ചോ? ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എൻ്റെ 2 കണ്ണുകളും പരിശോധിച്ചിട്ട് പറഞ്ഞു, എടോ, തൻ്റെ കണ്ണുകളിലെ ദ്രവിച്ചുപോയ ഞരമ്പുകൾ
വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഞരമ്പുകൾ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഒരു അനക്കല്ലല്ലോ, നമുക്കല്ലല്ലോ അല്ലേ ഞരമ്പുണ്ടായിരിക്കുന്നത്. നമ്മൾ അതിന് നന്ദി പറയണം കർത്താവിന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ആ ഡോക്ടർ എന്ത് ചെയ്തു എന്നറിയാമോ? ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയെന്ന് മനസ്സിലാക്കി ആ ഡോക്ടർ ഇദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ വരികയും അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. ഡോക്ടറിന് മനസ്സിലായി താൻ കൊടുത്ത മരുന്നല്ല സൗഖ്യപ്പെടുത്തിയത്, വേറൊരാൾ ഇതിനിടയിൽ ഇടപെട്ടിരിക്കുന്നു. ആരാണ് ഇടപെട്ടത്? നമ്മുടെ കർത്താവ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്ന ആളുകളാണെങ്കിൽ, അവരെ ദൈവത്തിന്റെ കൃപ സന്ദർശിക്കും, ദൈവത്തിന്റെ കൃപ ഇടപെടും. ദൈവത്തിന്റെ കൃപയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഏത് കാലത്തിന്റെ? നിയമം അല്ലെ, നിയമത്തിന്റെ യുഗം അത് അവസാനിച്ചു. ആ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഇതൊക്കെ പറഞ്ഞ തലേ കയറാൻ വലിയ ബുദ്ധിമുട്ടാ. വേറൊരു വാക്യം പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിൽ കൊള്ളും. പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മോശ വഴി, ബാക്കി പറയാമോ? മോശ വഴി നിയമം നൽകപ്പെട്ടു. ഒന്നുകൂടെ, മോശ വഴി നിയമം നൽകപ്പെട്ടു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. എല്ലാവരും നേരിട്ട് പറഞ്ഞേ: നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. നമ്മളിപ്പോ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? മോശയുടെ യുഗത്തിലോ യേശു ക്രിസ്തുവിന്റെ കൃപായുഗത്തിലോ? യേശു ക്രിസ്തു വഴി വന്ന കൃപയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളം പേര് ഇത് ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കുന്നില്ല. നിയമത്തിന്റെ യുഗത്തിലല്ല ജീവിക്കുന്നത്, നമ്മൾ ലിഫ്റ്റ് വെച്ച യുഗത്തിലാണ് ജീവിക്കുന്നത്. നീ സ്റ്റെപ്പിലേക്ക് പോലെ, നീ എവിടേക്ക് പോകണം? ലിഫ്റ്റിലേക്ക് പോകണം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം, കർത്താവിൽ ശരണപ്പെടണം, ഒരു കുഞ്ഞിനെ പോലെ ആശ്രയിക്കണം. അപ്പോൾ കർത്താവ് കൃപ തരും. കൃപ അത് വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന്, വേദം എന്ത് പറയുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വേദപുസ്തകം പറയണം, നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പോയാൽ പോരാ. ദൈവം പറയണം, വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം. നമുക്ക് തോന്നിയത് ചെയ്തതുകൊണ്ടൊന്നും ദൈവകൃപ കിട്ടിയെന്ന് വരില്ല. നമുക്ക് തോന്നിയ വഴിക്ക് പോയാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. നമുക്ക് ശരിയാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല. ഒരു വാക്യം ബൈബിളിൽ നിന്ന് നമുക്ക് എടുക്കാം. പഴയ നിയമത്തിൽ സോളമൻ പറഞ്ഞൊരു വാക്യമാണ്. സോളമൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം കിട്ടിയ ആളാണ് സോളമൻ, അല്ലെങ്കിൽ ശലോമോൻ എന്ന് പറയുന്ന ആള്. ഏറ്റവും വലിയ ജ്ഞാനം കിട്ടിയ ആളാ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സുഭാഷിതങ്ങൾ. ആ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്യം ശ്രദ്ധിക്കണം. 16-ാമത്തെ അധ്യായത്തിന്റെ 25-ാം വാക്യം. സുഭാഷിതങ്ങൾ 16:25 എഴുതി വെച്ചിരിക്കുന്നു: ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. എന്നൂടെ പറയാമോ? ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. അപ്പോ നമുക്കൊരു വഴി ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല. ധാരാളം ഉദാഹരണങ്ങൾ അതിന് പറഞ്ഞാൽ അത് ഹൃദയസ്ഥമാക്കുള്ളൂ പറ്റുള്ളൂ. എങ്കിലും ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കൊരു കാര്യം ശരിയാണെന്ന് കരുതിയത് കൊണ്ട്, നമുക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടൊരു കാര്യം ശരിയാകണമെന്നില്ല. പിന്നെയോ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടാകണം അത് ശരിയാണോ തെറ്റാണോ എന്ന്. ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടാവണം. ഞാൻ ഈ 12-ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 12-ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രം ഒരുമിച്ച് കൂട്ടിയൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൽ ഒരു ചോദ്യം ഇതായിരുന്നു: നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു കുട്ടി എഴുന്നേറ്റ്, ഒരു പെൺകുട്ടി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാലോ, സൽസ്വഭാവിയായിരിക്കുന്നു മാത്രം, പിന്നെ ഇത്തിരി പണമൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ തിരക്കേടില്ല. കണ്ട് അവളുടെ കാഴ്ചപ്പാട് നോക്കിയാൽ സൗന്ദര്യമുള്ള ആളായിരിക്കണം, പണമുള്ള ആളായിരിക്കണം, പിന്നെ ആരോഗ്യമുള്ള ആളായിരിക്കണം, ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന അപ്പനും അമ്മയും സമ്മതിക്കുമോ? അപ്പനും അമ്മയും സമ്മതിക്കില്ല. കുട്ടിക്ക് തോന്നുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ നല്ല കൂലിപ്പണിക്കൊക്കെ പോകുന്ന ചില ചേട്ടന്മാർ, ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള ആളുകളെ കാണാം, വൈകുന്നേരം ആകുമ്പോൾ അല്പം മദ്യപിച്ചിട്ട് വരുന്നു. അത് അവരോട് സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ ചോദിച്ചിട്ട്, എന്തിനാ എങ്ങനെ മദ്യപിക്കണേ? നന്ദു ബ്രദറെ, എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്കി, അവൾ ഒരു കുറ്റം എന്നെ പറ്റി പറയില്ല. ഞാൻ രാവിലെ മുതൽ കഠിനാധ്വാനം ചെയ്യുന്നു,
വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, കുഞ്ഞുങ്ങൾക്കൊരു പരാതിയില്ല, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നില്ല. അയാൾ പറയുന്നു ഞാനൊരു ശല്യക്കാരനല്ല, അയാൾക്ക് പറയാനുള്ളത് താൻ ശരിയാണ് ചെയ്യുന്നതെന്നാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശരിയുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു കാര്യം ശരിയാകണമെന്നില്ല. പിന്നെ എന്താണ് ശരി? ദൈവത്തിന്റെ വചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ദൈവത്തിന്റെ വചന പുസ്തകം എന്ത് പറയുന്നുവോ ആ വചന പുസ്തകം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ. അല്ലാതെ വ്യത്യാസം ഉണ്ടാവില്ല. ദൈവത്തിന്റെ വചന പുസ്തകത്തിൽ എഴുതിയതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആവർത്തിക്കട്ടെ, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൃപ യേശു വഴി ഉണ്ടായി. വളരെ ശ്രദ്ധിക്കണം. ഈ യേശു ക്രിസ്തു വഴി നൽകപ്പെട്ട കൃപയെ എങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും? ഈ ദൈവകൃപ എങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും? ഊണ് കഴിച്ചിട്ട് എല്ലാവരും അവരുടെ പാത്രം കഴുകാൻ പോയി. എല്ലാവരും പാത്രം കഴുകാൻ പോയി. ഒരാൾ ടാപ്പ് തിരിച്ചപ്പോൾ വെള്ളം വരുന്നില്ല, ബാക്കി എല്ലാ ടാപ്പിലും വെള്ളം വരുന്നു. അദ്ദേഹം ഒച്ചതിൽ കൂവിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യൂ, ടാങ്കിൽ വെള്ളമില്ല, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യൂ, പൈപ്പിൽ വെള്ളം വരുന്നില്ല. ശരിയാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ശരിയല്ല. എല്ലാ ടാപ്പിലും വെള്ളം വരുന്നു, ഇയാൾ തിരിക്കുന്ന ടാപ്പിൽ മാത്രം വെള്ളമില്ല. കാരണം ടാങ്കിൽ വെള്ളമില്ലാത്തതല്ല, കാരണം ഇയാളുടെ ടാപ്പ് കേടാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ അഴുക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതാണ്. ഇതുപോലെ ചില ആളുകൾക്ക് മാത്രം യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹമില്ല. എന്താ അനുഗ്രഹം ഇല്ലാത്ത? നിന്റെ ടാങ്കുമായിട്ടുള്ള കണക്ഷൻ ശരിയല്ല, എന്തോ ബ്ലോക്ക് ഉണ്ട്, തടസ്സമുണ്ട്. സ്പിരിച്വൽ ബ്ലോക്സ് എന്ന് പറയും, ആത്മീയ തടസ്സങ്ങൾ. നിനക്ക് മാത്രം അനുഗ്രഹമില്ല. നീ എത്ര ആരാധനയ്ക്ക് വന്നു, നീ എത്ര പ്രാവശ്യം വചനം കേട്ടു, പക്ഷെ നിന്റെ ടാപ്പ് ഇതുവരെയും തുറന്നിട്ടില്ല. നിന്റെ ടാപ്പ് അടഞ്ഞു കിടക്കുന്നത് കാരണം നിനക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. അപ്പുറത്ത് വന്ന ആളുകൾക്കൊക്കെ അനുഗ്രഹം, അവർ ഒറ്റ ആഴ്ച വന്നുള്ളൂ, അവരുടെ ടാപ്പും ശരിയായി, അവരുടെ ജീവിതവും ശരിയായി, എല്ലാം സുഗമമായി. നമ്മൾ 10 കൊല്ലമായി 15 കൊല്ലമായി ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിന്റെ ടാപ്പ് കേടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ടാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയേ ഒരു ചിന്ത. എന്താണെന്നറിയാമോ? ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ, ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, അതിലൊരാൾ നാട്ടിൻപുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഇങ്ങനെ പൈപ്പ് ടാപ്പ് തിരിക്കുമ്പോൾ വെള്ളം ശക്തിയായിട്ട് വെള്ളം വരുന്നൊരു സാധനം. അയാൾ വളരെ വിദഗ്ധമായി ആ ടാപ്പ് ഒടിച്ചെടുത്തു. എന്നിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞു കെട്ടി അദ്ദേഹം കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാട്ടിലെ അവരുടെ രാജാവിനോട് പറഞ്ഞു, നമ്മുടെ ഈ കാട്ടിൽ ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. നാട്ടിൻപുറത്തുനിന്ന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടി ഒരു മരത്തിൽ ഉറപ്പിച്ചു. എന്തിനാണ്? ഈ കാട്ടിലെ മൂപ്പനെ കാണിക്കുക. എന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി ഇത് ഉദ്ഘാടന ചടങ്ങിന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ തിരിക്കും, ഇതിൽ സമൃദ്ധമായ വെള്ളം വരും. അദ്ദേഹം തിരിച്ചു, ഒരു തുള്ളി വെള്ളം വന്നില്ല. അയാൾക്ക് നല്ല അടി കിട്ടിയെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ചില ആളുകൾ ഇങ്ങനെ ഒരു ടാപ്പ് ഒടിച്ചിട്ട് വന്നിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. ഈ ടാപ്പിൽ വെള്ളം വരണമെങ്കിൽ പുറകിൽ കുറേ സംവിധാനങ്ങളുണ്ട്. അതിനൊരു മോട്ടർ വേണം, പിന്നെ ഒരു കിണർ വേണം, അല്ലേ? അതിന് ഫുട്ബോൾ സിസ്റ്റം വേണം, കറണ്ട് വേണം. എന്നിട്ട് ടാങ്കിലേക്ക് കണക്ട് ചെയ്യണം ആ വെള്ളം, പിന്നെ ടാപ്പിലൂടെ വരുന്നത്. ചുമ്മാ ഒരു ടാപ്പ് ഒടിച്ചെടുത്ത് ഇവിടെ വന്നിരുന്നുകൊണ്ട് നിനക്ക് അനുഗ്രഹം കിട്ടില്ല. ആ ടാപ്പിന്റെ പുറകിൽ ചില സംവിധാനങ്ങൾ വേണം, എന്നാൽ മാത്രമേ വെള്ളം കിട്ടൂ. എന്നതുപോലെ ദൈവകൃപ നിനക്ക് തരാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കി. വല്ല അറിവുണ്ടോ ആ സംവിധാനത്തെ കുറിച്ച്? ആ സംവിധാനം ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ പുറകിൽ ഈ വെള്ളം വരാൻ, ഈ കൃപ വരാൻ ദൈവം ഉണ്ടാക്കിയ സംവിധാനം വളരെ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി നിന്റെ ടാപ്പ് കണക്ട് ചെയ്താൽ നീ ഇന്ന് പോകുമ്പോഴേക്കും നിനക്ക് നിറച്ച് സമൃദ്ധമായ അനുഗ്രഹം. അല്ലാത്തവർക്കൊന്നുമില്ല. അടുത്ത ആഴ്ചയും വരും, അടുത്ത മാസം വരും ടാപ്പും കൊണ്ട്. എന്നിട്ട് അവിടെ കെട്ടിവെക്കും, തിരിക്കും, എന്നിട്ട് വെള്ളമൊന്നും വരുന്നില്ല. പിന്നെ അടുത്ത മാസം വരും, ടാപ്പ് കെട്ടിവെക്കും, തിരിക്കും, പിന്നെ വെള്ളം വരുന്നില്ല. സ്നേഹമുള്ളവരെ, ചിലക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം കിട്ടും. കാരണം അവർ ടാപ്പിന് പുറകിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോശയുടെ പഴയ നിയമത്തിന് ദൈവത്തിന്റെ കൃപയെ പ്രദാനം ചെയ്യാൻ സാധ്യമല്ല. ഒന്നുകൂടെ,
മോശയുടെ നിയമത്തിന് 10 കൽപ്പനകൾക്ക് ദൈവകൃപയെ പ്രദാനം ചെയ്യാൻ സാധ്യമല്ല. 10 കൽപ്പനകൾക്ക് മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ സാധ്യമല്ല. സാധ്യമായിരുന്നെങ്കിൽ യേശു കുരിശിൽ മരിക്കണമായിരുന്നോ? ഉത്തരം പറയൂ. സാധ്യമായിരുന്നെങ്കിൽ യേശു കുരിശിൽ മരിക്കണമായിരുന്നോ? ഉത്തരം പറയൂ. യേശു കുരിശിൽ മരിക്കണ്ടായിരുന്നല്ലോ. യേശുവിന് പറഞ്ഞാൽ പോരെ, പ്രവാചകന്മാരെ വിട്ടിട്ട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ യേശുവിന് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഈ കമാൻഡ്മെന്റ്സ് ഒക്കെ പാലിച്ചിങ്ങോട്ട് പോരേന്ന്? പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, നമുക്കത് പാലിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ പാലിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വിട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരും പറഞ്ഞു, എൻ്റെ നന്ദു ബ്രദർ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ഈസ്റ്ററിന് ഒരു കോഴീനെ കൊന്നിട്ടുണ്ട്, അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കോഴീനെ കൊന്ന കാര്യമില്ല, മനുഷ്യരാരെങ്കിലും കൊന്നിട്ടുണ്ടോ? അയ്യോ, ആരെയും കൊന്നിട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ചോദ്യം തിരിച്ചിട്ട് ചോദിച്ചു, മറ്റൊരു തരത്തിൽ ചോദിച്ചു, ആരെങ്കിലോടും വഴക്കും പിണക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അപ്പൊ വഴക്കും പിണക്കും മനുഷ്യരല്ലേ, ആരെങ്കിലോടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആരോടെങ്കിലും അല്ല, ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ചില ആൾക്കാരായിട്ട് വഴക്ക. സഹോദരനെ വെറുക്കുന്നവൻ കണ്ടോ? അപ്പൊ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊന്നിട്ടില്ല. സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കൽപ്പന പൊളിഞ്ഞു, നമ്മൾ പാലിച്ചിട്ടില്ല. 6ാം പ്രമാണമാണ് വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? ഇവിടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, എൻ്റെ ബ്രദറെ എങ്ങനത്തെ അഴുക്ക് പാപത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ആ ചോദ്യം, യേശു ചോദിക്കുന്ന ചോദ്യത്തിൽ ചോദിച്ചു, ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ, പുരുഷനെ നോക്കിയാൽ ആ പ്രമാണം തെറ്റിയെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാലോ? അല്ല, അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ ചിലപ്പോ ആ പാറ്റേണിൽ 10 കൽപ്പനയും പരിശോധിച്ചാൽ ഓരോറ്റാളും പറയൂ അക്കരെ നാട്ടിൽ പോകില്ല പ്രിയപ്പെട്ടവരെ. അത് തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പനകൾ മനുഷ്യനെ രക്ഷിക്കത്തില്ല, രക്ഷിക്കാൻ അതിന് കഴിവില്ല, അതിന് സാധ്യമല്ല, അതിന് സാധിക്കില്ല, രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ ലിഫ്റ്റ് ഫിറ്റ് ചെയ്ത്, ലിഫ്റ്റ് കൊണ്ടുവന്ന്. ഏത് ലിഫ്റ്റ്? യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ പ്രദാനം ചെയ്ത് പാപികളായ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കൃപ. സാധാരണ റോഡായിരുന്നു, ഇപ്പോൾ തിരക്കുള്ള സ്ഥലത്തൊക്കെ ഫ്ലൈ ഓവർ ഫിറ്റ് ചെയ്തേക്കാം, മുകളിലൂടെ പോവാം. ഈ തിരക്കിലൂടെ പോകേണ്ട ഒരു ഫ്ലൈ ഓവർ ഫിറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരു ഉദാഹരണമാണ്, വേറെ സംവിധാനം ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നു, വേറെ സംവിധാനം. ആ സംവിധാനത്തെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കണം. അത് ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് കൃപയെക്കുറിച്ച് മനസ്സിലാകാത്തത്. ഞാൻ അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുക, നഷ്ടപ്പെടാതിരിക്കട്ടെ, നഷ്ടപ്പെട്ടു എന്ന് കരുതുക. നമുക്ക് ആരെങ്കിലും ഒരു കണ്ണ് ഡൊണേറ്റ് ചെയ്തു, ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അവൻ്റെ ബന്ധുമിത്രങ്ങൾ ഒരു കണ്ണ് നമുക്ക് ഡൊണേറ്റ് ചെയ്തു. നമ്മൾ എന്നും കണ്ണാടിയെടുത്ത് മുഖം നോക്കുമ്പോൾ ഓർക്കും ഒരാളെ. ആരെ ഓർക്കും? കണ്ണ് തന്ന ആളെ ഉറപ്പായിട്ട് ഓർക്കൂലേ? ദൈവമേ നന്ദി, ഒരു കണ്ണ് കിട്ടി, എനിക്ക് നന്ദി ദൈവമേ എന്ന് പറയും. നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയി, നമുക്ക് ആരെങ്കിലും ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തു, ഒരു അച്ഛനോ സിസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യർ കിഡ്നി ഡൊണേറ്റ് ചെയ്തു. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴെങ്കിലും ഓർക്കും, എന്തെന്ന്? കർത്താവേ, എനിക്ക് കിഡ്നി തന്ന ആളെ ഓർത്ത് നന്ദി. അല്ലേ? ഓർക്കാതിരിക്കോ? അത്ര നന്ദി ഇല്ലാത്ത ആളുകളൊന്നും അല്ല നമ്മളെല്ലാവരും ഓർക്കും. എന്നെ ഒരു ചോദ്യം, നിനക്ക് വേണ്ടി കാൽവരിയിൽ കശാപ്പ് ശാലയിലെ മൃഗത്തെ പോലെ കീറി മുറിക്കപ്പെട്ട് നിനക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരാണ് യേശു. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അദ്ദേഹവുമായി എന്തുകൊണ്ട് ആത്മബന്ധമില്ല? ആ പരമപുരുഷനുമായി എന്തുകൊണ്ട് നിനക്ക് ബന്ധമില്ല? ആ ക്രിസ്തു യേശുവിന്റെ ചങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ചാരാൻ പറ്റുന്നില്ല? അതുകൊണ്ടാണ്, അദ്ദേഹവുമായി ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് എന്ത് കിട്ടാത്തത്? പറയൂ, ദൈവത്തിന്റെ കൃപ കിട്ടാത്തത്. അദ്ദേഹമായിട്ട് ചേരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, ദേവാലയ ശുദ്ധീകരണം നടത്തി കഴിഞ്ഞപ്പോൾ, ലൂക്കായുടെ സുവിശേഷത്തിലെ ദേവാലയ ശുദ്ധീകരണം പറയുമ്പോൾ അവിടെ ദേവാലയ ശുദ്ധീകരണം എല്ലാവരെയും ചാട്ടക്കെടുത്ത് അടിച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്കാണ്, ജനക്കൂട്ടം ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. ഒന്നുകൂടെ, ജനക്കൂട്ടം ദേവാലയത്തിൽ എത്തി എന്നല്ല പറഞ്ഞേണേ, പിന്നെയോ ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. നമ്മളെല്ലാവരും എവിടെ എത്തുന്നുണ്ട്? മിണ്ടുന്നില്ല. എവിടെ എത്തുന്നുണ്ട്? ദേവാലയത്തിൽ എത്തുന്നുണ്ട്. എവിടെ എത്തുന്നില്ല? അവന്റെ അടുക്കലെത്തുന്നില്ല. അവന്റെ അടുക്കലെത്തണം.
ദേവാലയത്തിലെത്തി, ദേവാലയത്തിലെ പലരെയും കണ്ടു, കുർബാന കഴിഞ്ഞപ്പോൾ ഹായ് ഹായ് ഒക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ അവൻ്റെ അടുത്തെത്തിയോ? അവനുമായി ഒരു ബന്ധമുണ്ടാക്കിയോ? അവൻ്റെ അടുത്തെത്തണം. ഇപ്പോൾ കറണ്ടൊക്കെ അടിക്കാൻ അധികം സമയമൊന്നും വേണ്ട അല്ലേ? ആ പ്ലഗ് പോയിന്റ് വലതുവശത്തെ ഹാളിൽ ഒരു ആണി ഇട്ടാൽ അപ്പം തന്നെയാണ് വിവരം അറിയും അല്ലേ? അപ്പം തന്നെ അയ്യോ അമ്മ ഓടിവാ, ഓ വാട്ട് എ ട്രാജഡി എന്ന് പറയാനൊന്നും സമയം കിട്ടില്ല. അപ്പോഴേക്കും വിവരം അറിഞ്ഞിരിക്കും. കാരണം അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കറണ്ട്. എന്നതുപോലെ യേശുക്രിസ്തുവുമായി ബന്ധം സ്ഥാപിക്കുന്ന അതേ സമയത്ത്, അവനുമായി ഒട്ടിച്ചേരുന്ന സമയത്ത്, അവനോട് താതാത്മ്യപ്പെടുന്ന സമയത്ത്, അവനുമായി ഏകീഭവിക്കുന്ന സമയത്ത്, അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ ഒരാളിലേക്ക് ഒഴുകുകയാണ്. ആളുകളുടെ ചിന്ത എന്താണെന്നോ, അനുഷ്ഠാനങ്ങളിലൂടെയാണ് അനുഗ്രഹം വരുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ പറയും 7 ആഴ്ച ഇവിടെ വരണം, 7 വെള്ളിയാഴ്ച മുടങ്ങാതെ വരണം, അപ്പോൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയും. എന്തിനാണെന്നോ അച്ഛൻ അത് പറഞ്ഞത്? അത് പല വിശ്വാസികൾക്കും മനസ്സിലായില്ല. 7 ആഴ്ച വരാൻ പറയുന്നതിന്റെ കാരണം, 7 ആഴ്ച വരുമ്പോൾ 2 പ്രസംഗം വെച്ചിട്ടുണ്ട് അവിടെ, സുവിശേഷ പ്രസംഗം. അപ്പൊ 7 ആഴ്ച വരുമ്പോൾ 14 പ്രസംഗം ഇയാൾ കേൾക്കും. ഈ 14 പ്രസംഗത്തിനുള്ളിൽ ഈ കരിമ്പാറയുടെ മനസ്സ് തുറക്കും, ദൈവം അയാളെ തൊടും, അപ്പോഴാണ് അനുഗ്രഹം വരാ. ഇതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ പറഞ്ഞ ആരും വരില്ല. പിന്നെയോ 7 ആഴ്ച എന്ന് പറയുമ്പോൾ വിശ്വാസി ഈ പോലീസ് സ്റ്റേഷനിൽ ചില ആളുകളെ, ക്രിമിനൽ വാസനയുള്ള ആളുകളെ ഒപ്പിടിക്കാൻ വിളിക്കും. അതുപോലെ 7 ആഴ്ച വന്ന് ഒപ്പിട്ടാൽ അനുഗ്രഹം കിട്ടുന്ന ഇതല്ല ഇതിന്റെ പുറകിലുള്ള കാര്യം. ഈ 7 ആഴ്ചയിൽ ഏതെങ്കിലും ഒരാഴ്ച മുടങ്ങും ചെയ്യും, അത് ഭാഗ്യം. വീണ്ടും അച്ഛൻ്റെ അടുത്ത് വരും, അച്ഛാ കാര്യം ശരിയായില്ല, താൻ മുടങ്ങിയോ? മുടങ്ങി വെച്ചാൽ ഒരാഴ്ച മുടങ്ങി, അതോ ഒരാഴ്ച കൂടി വരണം. ആ 7 ആഴ്ച ഒരു അപ്പോഴേക്കും എന്തെങ്കിലും ഷോക്ക് അടിക്കും, ഒരാൾക്ക് വരാൻ പറ്റില്ല, പിന്നെ അങ്ങനെ ഇയാളെ തീ പിടിപ്പിക്കാനുള്ള ടെക്നിക്കാണത്. ഇതാണ് സത്യം പ്രിയപ്പെട്ടവര്. 7 ആഴ്ചയല്ല. പിന്നെയോ നിനക്ക് യേശുവുമായിട്ട് ബന്ധം വേണം, ആത്മബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം യേശുവായിട്ട്. ആ ബന്ധമുണ്ടാകുമ്പോ ദൈവകൃപ വരിക. അനുഷ്ഠാനങ്ങളിലല്ല ദൈവത്തിന്റെ കൃപ വരിക. അനുഷ്ഠാനങ്ങളല്ല ആത്മീയത, പിന്നെയോ ആത്മബന്ധമാണ് ആത്മീയത. ഒന്നുകൂടെ, അനുഷ്ഠാനമല്ല ആത്മീയത, പിന്നെന്താണ് ആത്മീയത? ആത്മബന്ധം. ആരോടുള്ളത്? യേശുവിനോടുള്ള ആത്മബന്ധം. ഒരു പെൺകുട്ടി, അവൾ എന്ത് ചെയ്തെന്നറിയാമോ? പാതിരാത്രിക്ക് അവൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, 10 മിനിറ്റ് ഉണ്ട്, നമുക്ക് ടെറസിന്റെ മോളിൽ കയറി ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അവൾ ഓടി കയറി ടെറസിന്റെ മോളിലേക്ക് ഓടി കയറി സംസാരിച്ചു. 10 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ എല്ലാവരും കണ്ണു വെട്ടിച്ച് ഓടിപ്പോയതാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോഴി കൂവുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോഴി കൂവി. എന്താന്ന് ആ നാട്ടിൽ പെട്ടെന്ന് കോഴി കൂവിയെന്ന് അറിയോ നിങ്ങൾക്ക്? 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോഴി കൂവി. അപ്പോൾ നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം എന്താ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോഴി കൂവിയെന്നറിയാമോ? നേരം പോയത് അറിഞ്ഞില്ല. സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇരുന്നപ്പോൾ നേരം പോയത് അറിയുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ യേശുവിൻ്റെ കൂടി ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു, കസേരയെന്ന് പറഞ്ഞ് താഴെ പോകുന്ന എൻ്റെ പേടി. അപ്പൊ പ്രിയപ്പെട്ടവരെ, കാരണം എന്താ? ആത്മബന്ധമില്ല. ആത്മബന്ധമുണ്ടായാലുണ്ടല്ലോ നമുക്ക് നല്ല ഉണർവായിരിക്കും. ആത്മബന്ധമില്ല. ആത്മബന്ധമാണ് ആത്മീയത കേട്ടോ, അനുഷ്ഠാനമല്ല. അപ്പൊ നമ്മുടെ ഈ കൂടിവരവൊക്കെ യേശുക്രിസ്തുവിനോട് എന്തുണ്ടാക്കിയെടുക്കണം? പറയൂ, ആത്മബന്ധം. ആ ആത്മബന്ധത്തിലൂടെയാണ് ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാവുക, അനുഷ്ഠാനങ്ങളിലല്ല. അനുഷ്ഠാനങ്ങളുടെ അകത്ത് ആത്മബന്ധമുണ്ടെങ്കിൽ ഓക്കെ, ആത്മബന്ധമുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ടൊന്നും അനുഗ്രഹം വരത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മനുഷ്യകുലത്തിലേക്ക്, നമ്മളിലേക്ക്, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. കൃപ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ശരിയായിട്ട് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായമുള്ള പുസ്തകമാണ്. വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ്. വീട്ടിൽ ചെന്ന് ഈ 6 അധ്യായം വായിച്ചു പഠിക്കണം. 6 അധ്യായം പറ്റില്ലെങ്കിലും ഈ പറയുന്ന ഒരു വാക്യെങ്കിലും പഠിക്കണം. എഫേസോസ് 2:ന്റെ 8-ാം വാക്യം, എഫേസ്യ ലേഖനം 2:ന്റെ 8-ാം വാക്യം, എഫേസോസ് 2:ന്റെ 8, 9, 10 വാക്യങ്ങൾ 8-ാം വാക്യെങ്കിലും അറിഞ്ഞിരിക്കണം. 8-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? എല്ലാവരും ഒന്ന് പറയാമോ? ഞാൻ ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് ഏറ്റു പറയണം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഒന്നുകൂടെ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഈ 3 കാര്യങ്ങൾ, ഇതൊന്നു വീതം 3 നേരം കഴിച്ചാൽ വലിയ വ്യത്യാസമായിരിക്കും. 3 കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 3 നേരം കണ്ട് കഴിക്കുക. ആദ്യത്തെ പോയിന്റാണ് വിശ്വാസം, 2-മത്തെയാണ് കൃപ, 3-മത്തെയാണ് രക്ഷ.
വിശ്വാസം, കൃപ, രക്ഷ. ഫെയ്ത്ത്, ഗ്രേസ് ആൻഡ് സാൽവേഷൻ. 3 കാര്യമാണ് പറയുന്നത്. ഒന്നുകൂടെ നേരിട്ട് പറയാമോ? വിശ്വാസം, പറയാമോ? വിശ്വാസം, കൃപ, രക്ഷ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര സുന്ദരമായ വാക്യാണ്. ഈ 73 പുസ്തകങ്ങൾ മരച്ച് കലക്കിയ ഒരു ഗുളിക രൂപത്തിലാക്കിയാൽ ഈ വാക്യത്തിൽ അതുണ്ട്. വിശ്വാസം വഴി, വിശ്വാസം എന്നൊരു കമ്പിയിലൂടെ, വിശ്വാസത്തിന്റെ കമ്പിയിലൂടെ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമ്മുടെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് എങ്ങനെ വരുന്നു? ഓട്ടോറിക്ഷയിലാണോ വരുന്നത്? അതോ ടൂറിസ്റ്റ് ബസ്സിലാണോ വരുന്നത്? അതോ കുപ്പിയിലാണോ വരുന്നത്? ഈ അടുത്ത നാൾ ഒരാൾ പറഞ്ഞു എന്നോട്, ഈ കറണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന്റെ പോഷകമൂല്യമൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് എന്നോട്. എന്തൊരു അക്രമം പറയുന്നു നോക്കിയേ. അദ്ദേഹത്തിന്റെ വിചാരം ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുന്ന പോലെ വെള്ളം എന്തോ കലക്കി അതിൽ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വെള്ളം ആ ടർബൈൻ കറക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നുള്ളൂ. വെള്ളത്തിന്റെ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ അതിൽ നഷ്ടപ്പെടുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വെള്ളം ഉപയോഗിച്ച് ആ ടർബൈൻ കറക്കി കറണ്ട് ഉണ്ടാക്കുന്നു. ആ കറണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു കേബിളിലൂടെ, കമ്പിയിലൂടെയല്ല വരുന്നത്. അതെ, ആ കറണ്ട് ഇങ്ങോട്ട് വരുന്നു, എന്നിട്ടോ നമ്മുടെ സർവീസ് വരുന്നു, നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ കറണ്ട് കിട്ടുന്നു, നമ്മുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നു, ഫാൻ തിരിയുന്നു, അല്ലേ? ഈ മൈക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നു, ക്യാമറ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ കറണ്ടിലെ എല്ലാ സംവിധാനങ്ങളും അത് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാ വന്നത്? അതൊരു കേബിൾ വഴിയാണ് വന്നത്, ഒരു കമ്പി വഴിയാണ് വന്നത്. എന്നതുപോലെ, വളരെ ശ്രദ്ധിക്കൂ, എന്നതുപോലെ, എന്നതുപോലെ, വളരെ ശ്രദ്ധിക്കൂ, എന്നതുപോലെ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായവൻ അവിടുന്ന് കൃപ ഒഴുക്കാൻ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്, ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. ആ കമ്പിയുടെ പേര്, ആ ചാനലിന്റെ പേരാണ് വിശ്വാസം. വിശ്വാസ കമ്പിയിലൂടെ, മറ്റേ കമ്പിയിലൂടെ കറണ്ട് വരുന്നു, വിശ്വാസ കമ്പിയിലൂടെ എന്ത് വരുന്നു? പറയൂ, കൃപ വരുന്നു. കൃപ, ദൈവകൃപ ഒഴുകുന്നു. അപ്പൊ എന്താ കൃപ കിട്ടാത്തെ? ഭൂരിഭാഗം ആളുകൾക്കും കണക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ പേര് മേരി എന്നാണ്, ആള് ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരികളാണ്. പക്ഷെ ഭൂരിഭാഗം പേർക്കും എന്ത് കിട്ടിയിട്ടില്ല? പറയൂ, കണക്ഷൻ കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ ആ വിശ്വാസ കമ്പിയിലൂടെ ബന്ധമില്ല. നമ്മൾ പറയില്ലേ, രക്തസ്രാവ സ്ത്രീയുടെ കാര്യം പറയില്ലേ? രക്തസ്രാവ സ്ത്രീ കർത്താവിന്റെ പുറകെ വന്ന് വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോഴേക്കും അവൾക്ക് സൗഖ്യം കിട്ടി. എന്താ കാര്യം? അവൾക്ക് കണക്ഷൻ ഉണ്ട്. അവള് നല്ല കോപ്പറിന്റെ കമ്പിയും കൊണ്ട് പോയിക്കാ. ഇത് ചില ക്രൈസ്തവർ മുളവടിയും കൊണ്ട് നടക്കാണ്. മുളവടിക്ക് തൊടാൻ പോവാ കർത്താവിന്. നീ മുളവടി കൊണ്ട് നൂറ്റാണ്ട് മുഴുവൻ നടന്നാലും നിനക്ക് കൃപ കിട്ടില്ല. പല ആക്രൈസ്തവരും വന്ന് നല്ല ഒന്നാന്തരം കോപ്പറിന്റെ കമ്പിട്ട് കണക്ഷൻ ഇട്ട് അവൻ അനുഗ്രഹം മേടിച്ചുകൊണ്ടിരിക്കുക. നീ ഇപ്പോഴും സ്റ്റെപ്പിലൂടെ 300 സ്റ്റെപ്പ് എഴഞ്ഞ് കയറി ഒരു 50 ആയപ്പോഴേക്കും ജീവിതത്തിന്റെ ഒരു 60 വയസ്സായി. ഇനി ബാക്കി സ്റ്റെപ്പ് എത്ര കിടക്കണേന്നോ നീ എത്തില്ല അവിടെ. നിനക്ക് ഇവിടെ കയറി ഇരുന്നൂടെ? എവിടെ പറയേ, ഈ ലിഫ്റ്റിൽ കയറിക്കൂടെ? നിനക്കൊരു കമ്പി വലിച്ചൂടെ? നല്ല കോപ്പറിന്റെ കമ്പി, നല്ല വിശ്വാസം. എനിക്ക് വേണ്ടി ചങ്കിലെ ചോര ഊറ്റി തന്ന യേശുവിൽ ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ തന്നെ ആളുകളുടെ ബോധ്യം എന്താണെന്നറിയാമോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ ആളുകൾ എന്താ പറയുന്നു? എൻ്റെ മകളുടെ IELTS പാസ്സാക്കണ കാര്യം കർത്താവ് നടത്തും, എനിക്കത് വിശ്വാസം. എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് മാറ്റും, എനിക്ക് വിശ്വാസം. എൻ്റെ മോന്റെ ജോലിയുടെ കാര്യത്തിൽ യേശു ഇടപെടും, എനിക്കത് വിശ്വാസ. അതൊന്നല്ല വിശ്വാസം പ്രിയപ്പെട്ടവരെ, അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നീ മരിക്കേണ്ടിടത്ത് യേശു മരിച്ചു, അവന്റെ യാഗമരണം മൂലം എനിക്ക് ആത്മരക്ഷ സാധിക്കും. അതാണ് അവനിലുള്ള ശരണമാണ് വിശ്വാസം. IELTS പാസ്സാക്കലല്ല ആളുടെ ജോലി. ഇതിലാണ് ഉറപ്പിക്കേണ്ടത്. ഇതിൽ ഉറപ്പിക്കുമ്പോഴാണ് മറ്റുള്ള മേഖലകളിൽ ദൈവം അനുഗ്രഹം തരും. ഇതിൽ ഉറപ്പിക്കണം. എനിക്ക് പകരം വേറൊരാൾ മരിച്ചു, അതിന്റെ പേരാണ് സുവിശേഷം, അല്ലേ? നല്ല വിശേഷം, അതാണ് സുവിശേഷം. വേറൊരാൾ നീ മരിക്കുന്നിടത്ത് മരിച്ചിരിക്കുന്നു, നിനക്ക് പകരം ഒരാൾ യാഗമായി മാറിയിരിക്കുന്നു. അവനിൽ ആശ്രയിക്കുക. മണിയനോട് പറഞ്ഞതുപോലെ, എന്ത് മണിയൻ, നീ ഇനി മരിക്കേണ്ടതില്ല മകനെ, പിന്നെയോ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. കണ്ടോ, അദ്ദേഹത്തിലുള്ള ശരണമാണ്, മണിയൻ ചേട്ടനുള്ള ശരണമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ കൃപ ഒഴുകി വരുന്നത് ഈ കണക്ഷനാണ്, ഈ വിശ്വാസമാണ്, യേശു ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. ആ ആത്മബന്ധമാണ് ശരിക്കും വിശ്വാസം. അതിന്റെ ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് എന്തെന്ന്? വിശ്വാസം. ഈ ആത്മബന്ധത്തിന്റെ പേരാണ് വിശ്വാസം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വേറൊരു ആംഗിളിൽ പറയാം,
ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹിക്കണ ഭാര്യയും ഭർത്താവും കേട്ടോ, സ്നേഹിക്കണ ഭാര്യയും ഭർത്താവും ദൂരെയാണെങ്കിലും ഭർത്താവിന് ഭാര്യയോട് ഒരു എന്ത് ബന്ധമുണ്ട്? ആത്മബന്ധം അല്ലേ? അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളോട് എന്തുണ്ട്? ഒരു ആത്മബന്ധമുണ്ട് അല്ലേ? അതുപോലെ പിന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടും ഒരു ആത്മബന്ധമുണ്ട്. ചില കൂട്ടുകാരുണ്ട്, ഭയങ്കര ഇന്റിമസിയാണ് അവർക്ക് അല്ലേ? ആ കൂട്ടുകാർ തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട് എന്നതുപോലെ യേശുവിനോടുള്ള ആത്മബന്ധത്തിന് ബൈബിൾ പറയുന്ന പേരാണ് എന്ത്? വിശ്വാസം. അങ്ങനെ ആത്മബന്ധമുണ്ടോ? ആത്മബന്ധം, അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല ആത്മീയത, പിന്നെയോ നീ ടൂറ് പോകുമ്പോഴും നിനക്ക് ഈ ആത്മീയത ഉണ്ടാവും. നിന്നെ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിട്ടാലും അവിടെ വെച്ച് ആത്മബന്ധം ഉണ്ടാവും. നീ ഗൾഫിൽ പോയാലും വേറെ ആരും അറിയാത്ത നാട്ടിൽ ചെന്നാലും നിനക്ക് ആത്മബന്ധം ഉണ്ടാവും. അതാണ് ശരിക്കുള്ള ആത്മീയത. ആരും കണ്ടില്ലെങ്കിലും, നീ ചെയ്യുന്നത് ആരും അറിയില്ലെങ്കിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, എൻ്റെ യേശു എല്ലാം കാണുന്നു, യേശു എല്ലാം അറിയുന്നു, യേശുവിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ശരിക്കുള്ള ആത്മീയത. ആ ആത്മീയതയിലേക്ക് ഒരാൾ വളർന്നാൽ അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയുടെ പ്രവാഹം ഉണ്ടാവും. അതിന് മാത്രമേ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ അങ്ങനെയുള്ളവർക്കാണ് സാധിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസം വഴി, ബാക്കി പറയാമോ? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴിയാണ് അത് ഒഴുകുന്നത്. ശരിയായ വിശ്വാസം യേശുവിൽ ഉണ്ടാകുമ്പോൾ വ്യത്യാസമുണ്ടാകുന്നു. ഞാനൊരു സ്ഥലത്ത് കുട്ടികളുടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ അച്ഛൻ ഈ നടുവശത്തോടെ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു കടലാസ് എൻ്റെ കയ്യിൽ തന്നു. ഇത് വായിക്കാവോ എന്ന് ചോദിച്ചു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കടലാസിൽ എഴുതിയിരിക്കുന്ന ഒരു അമ്മ എഴുതി കൊടുത്താണ്, പ്രായമായിട്ടുള്ളൊരു അമ്മ. ആ അമ്മയ്ക്ക് പിന്നെ ഒരു അക്രൈസ്തവയായിട്ടുള്ളൊരു സഹോദരിയായിരുന്നു. ആ പള്ളിയിൽ പിന്നെ വചനപ്രഘോഷണമൊക്കെ ഉണ്ട്, അതിൽ പങ്കെടുത്തിട്ട് സൗഖ്യം കിട്ടിയ കാര്യമാണ്. ക്യാൻസർ രോഗമായിരുന്നു ആ സ്ത്രീക്ക്. പക്ഷെ അവിടെ വന്ന് വചനം കേട്ടതിൻ്റെ ഫലമായി ഈ ക്യാൻസർ രോഗം അപ്രത്യക്ഷമായി. കുട്ടികളോടൊന്ന് പറയാണ്, ആ സ്ത്രീക്ക് ക്യാൻസർ ഉണ്ടായിട്ട് ആ ക്രൈസ്തവയായിട്ടുള്ള അമ്മ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് ആശുപത്രി പോകാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എങ്കിലും ഞാൻ യേശുവിൻ്റെ വചനം ഇവിടുന്ന് കേട്ടപ്പോൾ ഞാൻ കയറി വന്നു, വചനം കേട്ടു, യേശുവിൽ ഞാൻ കണ്ണടച്ച് ഞാൻ ശരണപ്പെട്ടു, ആശ്രയിച്ചു. പിന്നീട് ആളുകളൊക്കെ പൈസ തന്ന് ഞാൻ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ ക്യാൻസർ അപ്രത്യക്ഷമായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമുക്ക് ഈ കണക്ഷൻ കിട്ടണം. എന്തുമാത്രം മറ്റുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടണേ, സ്വന്തം ആൾക്കാർക്ക് ഒരു കണക്ഷൻ കിട്ടണില്ലല്ലോ. എന്താ കണക്ഷൻ കിട്ടാത്തത്? എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്വന്തം ആളുകൾക്ക് കണക്ഷൻ കിട്ടണില്ല. അവര് അനുഷ്ഠാനമാണ്, അനുഷ്ഠാനം. മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് വിസ ശരിയാവണ്ട കേട്ടോ. എന്താ കാര്യം എന്ന് അറിഞ്ഞുകൂടാ. അവര് ആത്മബന്ധത്തിലേക്ക് വരുന്നു. അവർ യേശുവിനെ സർവസ്വമായി കാണുന്നു, കണ്ണടച്ച് യേശുവിൽ ശരണപ്പെടുന്നു, യേശുവിൽ ഒട്ടി നിൽക്കുന്നു. ബാക്കിയുള്ളവരോ 91 സങ്കീർത്തനം നന്നായിട്ട് ചൊല്ലുന്നു. ഏത്? അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും. പറഞ്ഞോളൂ. ഉണ്ട്, എത്ര നന്നായിട്ട് പറയുന്നു. പക്ഷെ അതിലൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. നീ അത് ചൊല്ലിയത് കൊണ്ടല്ല നിന്നെ രക്ഷിക്കണേ, നീ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നതിനാലാണ് രക്ഷിക്കുന്നത്. ഈ ഒട്ടി നിൽക്കുന്നത് വേറെ പലതിനോടും, വേറെ പലരോടും, വേറെ പലവയോടും. എന്നിട്ടോ ഇവിടെ വന്ന് സാം 91 എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലുന്നു, അനുഗ്രഹമായിട്ട് കിട്ടുന്നില്ല. ചില കാറിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നു സാം 91, കാർ ഇടിക്കാതിരിക്കാൻ. സാം 91 എഴുതിയാലും വായിച്ചാലും ഇടിക്കേണ്ട കാർ ഇടിക്കും അല്ലേ? പ്രാർത്ഥിക്കുന്നവന്റെ കാർ ഇടിക്കാം, പ്രാർത്ഥിക്കാത്തവന്റെ കാർ ഇടിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലയിൽ തേങ്ങ വീഴാം, പ്രാർത്ഥിക്കാത്തവന്റെ തലയിലും തേങ്ങ വീഴാം. പ്രാർത്ഥിക്കുന്നവൻ പരീക്ഷയിൽ പരാജയപ്പെടാം, പ്രാർത്ഥിക്കാത്തവനും പരീക്ഷയിൽ പരാജയപ്പെടാം. ഒരു ചോദ്യം മനസ്സിൽ വരണല്ലേ? ഒരു ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ. വരുന്ന ചോദ്യം, പിന്നെ എന്തിനാ ബ്രദറെ പ്രാർത്ഥിക്കണേ? ഉത്തരം കൂടി പഠിക്കാം. എന്തിനാ പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിക്കോളൂ. പ്രാർത്ഥിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നാലും അപകടം വന്നാലും പ്രിയപ്പെട്ടവർ മരിച്ചാലും അവൻ വിശ്വാസ ജീവിതം വിടില്ല. പിന്നെയോ അവൻ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോകാനുള്ള ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകും. അതാണ് ആത്മീയത. അത് പുതിയ നിയമത്തിന്റെ ആത്മീയത പറഞ്ഞു തരുന്ന പുസ്തകമാണ് പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകം. ഒന്നുകൂടെ, പുതിയ നിയമത്തിലെ ആത്മീയത പറഞ്ഞു തരുന്ന പഴയ നിയമത്തിലെ പുസ്തകമാണ്
ജോബിന്റെ പുസ്തകം എല്ലാം പോയില്ലേ. 10 മക്കളുണ്ടായി, 7 ആൺമക്കളും 3 പെൺമക്കളും. അത് കെട്ടിടിഞ്ഞ് വീണ് 10 ഒറ്റടിക്ക് പോയി. പിന്നെയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സോറിയാസിസ് പോലെയോ എക്സിമ പോലുള്ള എന്താ അസുഖം വന്നു. അതിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ഇതെല്ലാം കെട്ടണം. പിന്നെ ഒരു ഷേബാക്കാർ എന്ന് പറയുന്ന ആളുകൾ, കൊള്ളക്കാർ വന്ന് ആക്രമിച്ചു കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ എന്ത് പറഞ്ഞു എന്നറിയാമോ? ഈ ദൈവഭക്തന്റെ ഭാര്യ ഇനിയും സ്തുതിക്കാണോ? പോയി ചാകു മനുഷ്യ, എന്തൊരു നല്ല ഭാര്യ അല്ലേ. പോയി ചാകാൻ പറഞ്ഞു. ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണം പുള്ളിക്കാരുടെ പേരിൽ അല്ലേ. പോയി ചാകാൻ പറഞ്ഞതിനെ. പക്ഷേ ജോബ് പറഞ്ഞ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ജോബിന്റെ പുസ്തകം 1:21 അതാണ് പുതിയ നിയമത്തിൽ ആത്മീയത. ജോബ് എന്താ പറഞ്ഞേ? ദൈവം തന്നു. വാക്യമൊക്കെ അറിയാം. പറഞ്ഞോളൂ. ദൈവം എടുത്തോ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അതാണ് കറകളഞ്ഞ ആത്മീയത. ഇതെല്ലാം പോയിട്ടും, 10 മക്കള് പോയിട്ടും, ഭാര്യ ഇട്ടച്ച് പോയിട്ടും, രോഗങ്ങൾ വന്നിട്ടും, പിന്നെ കൂട്ടുകാർ വന്ന് പിന്നെ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞിട്ടും ജോബ് പിടിവിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് മനുഷ്യനാലേ. എന്തിനാണ് അദ്ദേഹത്തെ ബൈബിളിൽ വരച്ചു കാട്ടിയെന്നറിയാമോ? എന്ത് നഷ്ടപ്പെട്ടാലും ആരെ നഷ്ടപ്പെടാൻ പാടില്ല? ദൈവം നഷ്ടപ്പെടാൻ പാടില്ല. യേശു നഷ്ടപ്പെടാൻ പാടില്ല. യേശുവിനെ ചങ്കിൽ എല്ലാവരേക്കാൾ വലുതായിട്ട് കൊണ്ടു നടക്കണം. അപ്പോഴാ ജീവിത വിജയം. ഒരൊറ്റ വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലൊരു വാക്യാണ് കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കാൻ എളുപ്പമാണ്. അവസാനത്തെ അധ്യായം, അവസാന വാക്യം. വാക്യം കൃത്യമായിട്ട് പറഞ്ഞ 21-ാമത്തെ അധ്യായം 25-ാം വാക്യം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയതുപോലെ ചെയ്തിരുന്നു. എന്നിട്ട് പറയാമോ? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ഒന്നുകൂടെ പറയാമോ? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ഇതിനൊരു ഒറ്റ വാക്ക് പറയാമോ? ഒറ്റ വാക്കാണെന്തെന്ന്? തോന്നിയാസം അല്ലേ. ചില ആളുകൾ തോന്നിയാസായിട്ട് ജീവിക്കുന്നു. കാരണം എന്താണ്? ആരില്ല? രാജാവില്ല. പുതുവർഷമാണ്. രാജാവ് ഉള്ളിൽ വരണം. രാജാവ്, യേശു രാജാവ് നിന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. അക്കാലത്ത് ന്യായാധിപന്മാരായിരുന്നു. 12 ന്യായാധിപന്മാരുടെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സാംസനൊക്കെ ഒരു ന്യായാധിപനായിരുന്നു. പുള്ളിക്കാരൻ എപ്പോഴും ദലീലയുടെ മടിയിൽ കിടക്കണം. അപ്പോൾ ന്യായാധിപന്റെ ഗുണം അറിയാലോ. അദ്ദേഹത്തെ കൊണ്ടുപോയി കണ്ണും കുത്തി പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു അല്ലേ. 12 ന്യായാധിപന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ രാജഭരണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും തോന്നിയാസമായിട്ട് ജീവിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് പിടിക്കുന്ന ഞാനും നിങ്ങളും, ഞാൻ ഉൾപ്പെടെ ഇത് കേൾക്കുന്ന അടുത്തും അകലുമായിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കണം. യേശു രാജാവ് ഉള്ളിൽ വരണം. നിയമത്തിന്റെ യുഗത്തിലല്ല നമ്മൾ ജീവിക്കണേ. പിന്നെ ഏത് യുഗത്തിലാണ്? കൃപായുഗം. സ്റ്റെപ്പ് വിട്ടേക്ക്. എന്ത് പിടിക്കണം? പറയൂ. സ്റ്റെപ്പ് വിട്ടേക്ക്. എന്ത് പിടിക്കണം? അതെ, ലിഫ്റ്റ് പിടിക്കണം. ദൈവത്തിന്റെ കൃപ. ഇന്നത്തെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ഗാനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഈ പുതുവർഷം മുഴുവൻ ദൈവത്തിന്റെ കൃപ നിറയാൻ പ്രാർത്ഥിക്കണം. അർഹതയില്ലാത്ത ദാനമാണ് കൃപ. നമുക്ക് അർഹതയില്ലാതെ കിട്ടാൻ, അർഹതയില്ലാത്തത് മനുഷ്യവർഗത്തിന് ഫ്രീ ആയി കൊടുക്കുന്നു. വിശ്വാസത്തിലൂടെ അത് സ്വന്തമാക്കാം. ദാഹിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ അത് സ്വന്തമാക്കണം. എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് വേണ്ടി ഗാഗുൽത്തായിൽ യാഗമായ യേശുവിനെ ഒന്ന് കാണാമോ? ഒന്ന് കണ്ണടച്ച് കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായവനെ കാണാം. ആ ക്രൂശിക്കപ്പെട്ടവനിൽ നിന്നാണ് ഈ കൃപ ഒഴുകുന്നത്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ആ കൃപ എന്നിലേക്ക് ഒഴുകണമേ. 2 കരങ്ങളും ഒന്ന് കർത്താവിന്റെ നേരെ നീട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ശക്തമായി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങ് മഹാപരിശുദ്ധൻ, ബലവാൻ, അമർത്യൻ, മരണമില്ലാത്തവൻ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്നവൻ. കർത്താവ്, ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, മാതാപിതാക്കളെ, സിസ്റ്റേഴ്സിനെ, അടുത്തും ആകലിയുമായിരുന്ന തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ. അന്ധകാരം അകലണമേ. അത്ഭുത കൃപ വ്യാപരിക്കണമേ. രോഗപീഠകൾ അകലണമേ. ദൈവമായി ഏകീഭവിക്കുവാനുള്ള കൃപ തരണമേ. അശുദ്ധികൾ അകലണമേ. ദൈവമക്കളായി രൂപാന്തരപ്പെടണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ശാലാകൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാൻ അല്പസമയം കൂടി.